ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാവിലെ തന്നെ യുദ്ധത്തിലുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. എന്താണ് യുദ്ധം എന്നല്ലേ? വാ കാണിച്ചു തരാം. ഇന്ന് എന്തായാലും ലീവ് ആയതുകൊണ്ട് രാവിലെ തന്നെ ക്ലീനിങ്ങുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളുള്ളത്. കുറേ ദിവസമായി ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് വിചാരിക്കുന്നു. ഒന്നിനും സമയവും കിട്ടുന്നില്ല, വീഡിയോ എടുക്കാനും പറ്റുന്നില്ല. അങ്ങനെയാണ് ഇന്നൊരു ക്ലീനിങ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. ഇന്ന് അതിൻ്റെ ഒരു വീഡിയോ ആക്കാമെന്ന് വെച്ചത്. ചെറുതായിട്ട് വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ക്യാപ്പൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയത്. ക്യാപ്പ് ഇട്ടപ്പോഴേ വൈക്ക് കുറവാകുന്നുണ്ടായിരുന്നു. വെയിലൊന്നും ഇല്ലാണ്ട് എന്തിനാ ക്യാപ്പ് ഇടുന്നതെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്തായാലും വെയിലുണ്ട്, ചെറിയ വെയിലൊക്കെ ആ സൈഡിലുണ്ട്. കുറച്ചുകൂടി സമയം കഴിയുമ്പോഴത്തേക്കാണ് ഞാൻ നിൽക്കുന്നിടത്തേക്ക് ഭയങ്കര വെയിലായിരിക്കും. അതിന് മുമ്പ് ഈ കാടൊക്കെ ഒന്ന് വൃത്തിയാക്കണം. കണ്ടില്ലേ ഇവിടുത്തെ അവസ്ഥ? ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. മഴ പെയ്തതിനിടയ്ക്ക് ഞാൻ വൃത്തിയാക്കി തന്നെയായിരുന്നു. പക്ഷേ ഒരു കാര്യമില്ല. കാരണം മഴ പെയ്യുന്ന സമയത്തെന്ന് വെച്ചാൽ ഇത് ഭയങ്കര കാടായിരിക്കും. ഒരു വള്ളിയുണ്ട് പടർന്ന് പിടിക്കുന്നത്. ആ വള്ളിയൊക്കെ പടർന്ന് പിടിച്ച് ചെടീൻ്റെ മുകളിലൂടെയും വാഴേൻ്റെ മുകളിൽ കൂടെ ഒക്കെ പടർന്ന് പിടിക്കും. ഇത് അടക്കം ഉണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ അവിടെ 3-4 അടക്കമരം ഉണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുള്ള് കാടായതുകൊണ്ട് അടക്ക വീണ് കഴിഞ്ഞാൽ എനിക്ക് എടുക്കാനേ പറ്റുന്നില്ല. ഇത് മുമ്പിലെ വശമാണ്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഫുള്ള് കാടായി നിറഞ്ഞു കിടക്കുക. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ എത്തണം ഇതൊക്കെ ക്ലീൻ ആവണമെങ്കിൽ. അങ്ങനെ ഞാനിതാ ക്ലീനിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കൈക്കോട്ടിനെ കൊണ്ട് കൊത്തി തന്നെയാണ് വൃത്തിയാക്കിയത്. കത്തിയാളുണ്ടെങ്കിലും കത്തിയാളെ കൊണ്ട് ഈ കാടൊന്നും കളയാൻ കഴിയില്ല. ബാക്കിയുള്ള കൊമ്പും കാര്യങ്ങളൊക്കെ കൊത്താനൊക്കെ നമുക്ക് കത്തിയാൾ ഉപയോഗിക്കാം. പക്ഷേ ഇതൊക്കെ കാട് വൃത്തിയാക്കണമെങ്കിൽ കൈക്കോട്ട് തന്നെ വേണ്ടേ. കൈക്കോട്ടിൻ്റെ പണി തന്നെ നമുക്ക് കുറച്ച് അത്യാവശ്യം വാശമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അതായത് ഞാൻ ഈ കാണിച്ചതെന്ന് വെച്ചാൽ ഞാൻ നട്ട വാഴയാണ്. ആ വാഴ ഇപ്പോൾ കുലച്ചിട്ടുണ്ട് കേട്ടോ. എന്താ കണ്ടില്ലേ? അത് വീണോതിരിക്കാണ്ട് ഞാനവിടെ ഒരു താങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. വൈകിട്ട് ഞാൻ പറഞ്ഞു ആ വീഡിയോ ഒന്ന് എടുത്ത് കാണിച്ചു കൊടുത്താൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാമല്ലോ വാഴപ്പഴം. ചെറിയൊരു കന്ന് കൊണ്ടൊന്ന് നട്ടേ, അതാണ് ഇപ്പം ഇങ്ങനെ ആയത്. അതിനിടയ്ക്ക് ആൻറ്റി വന്നിട്ട് അവിടെ നിന്ന് കാന്താരിയൊക്കെ പറിക്കുന്നുണ്ടായിനെ. ഈ കാന്താരി തൈ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് ചെറിയൊരു തൈ 20 രൂപ കൊടുത്തിട്ട് ഞാനൊരു ചെറിയൊരു തൈ വാങ്ങിച്ചാണ്. അന്ന് ഞാൻ വിചാരിച്ചിട്ടൊന്നുമില്ല ഇത്രപാട് കാന്താരി ഉണ്ടാവുന്നത്. എന്നാലും ഇങ്ങനെ നടാനെല്ലാം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെ എന്തായാലും കൊണ്ടുവന്ന് നട്ടു. ഇതിപ്പോൾ കുറച്ച് മാസങ്ങളായി നട്ടിട്ട്. ഇപ്പോൾ ഇതിനകത്തിപ്പോൾ നന്നായിട്ട് കായൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം പഴുത്തതും പച്ചയൊക്കെ ഉണ്ട്. പിന്നെ കൊളസ്ട്രോളിനൊക്കെ വളരെ നല്ലതല്ലേ, അതുകൊണ്ട് ഞാൻ അധികം യൂസ് ചെയ്യലുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം. അവ ക്യാമറ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് എടുത്ത വീഡിയോ ആണിത്. കണ്ട അടക്ക വീണ് കിടക്കുന്നുണ്ട്. കാട്ടിനുള്ളിൽ ഒരുപാട് വീണ് കിടക്കുന്നുണ്ട്. ഇതൊന്നും എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം ഒരുപാട് പാമ്പും ഒക്കെ ഉള്ളതുകൊണ്ടെന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. കാട്ടിനുള്ളിൽ പോയിട്ട് എടുക്കാൻ കഴിയില്ലല്ലോ. ഇതൊക്കെ അവിടെ വീണ് കിടക്കും. കണ്ടോ, പഴുത്തടയ്ക്കും ഉണങ്ങിയതും എല്ലാം ഉണ്ട്. വെറുതെ ഇത് കളയണ്ടല്ലോ. എടുത്തു കഴിഞ്ഞാൽ പീടിയിലൊക്കെ കൊടുത്തതിന് പൈസ കിട്ടുന്ന സംഭവമല്ലേ, വെറുതെ നശിപ്പിച്ച് കളയണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഇനി പൊറുക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കാടെല്ലാം വൃത്തിയാക്കണം. അപ്പോൾ ഇത് ഉണ്ടച്ചമ്പരത്തിൻ്റെ തയ്യാണ്. അതിൻ്റെ അകത്ത് വെച്ചാൽ ഒരുപാട് വള്ളിയൊക്കെ ഇങ്ങനെ പടർന്ന് പിടിച്ചിട്ട് ആ ചെടീനെ തന്നെ വളരാൻ വിടാത്ത അവസ്ഥയിലുള്ളത്. അപ്പോൾ ഞാൻ പിന്നെ അതുകൊണ്ട് തന്നെ ആ കൊമ്പൊക്കെ നല്ലോണം എല്ലാം കൊത്തിയിട്ടെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ അടയ്ക്കൊക്കെ കുറേ പൊറുക്കിയെടുത്തു. അതെല്ലാം പൊറുക്കിയിട്ട് വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ അടക്കെടുക്കാൻ വരുന്ന ഒരാളുണ്ട്, ഒരു അച്ചാച്ചനുണ്ട്. അച്ചാച്ചൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് കൊടുത്താൽ ഒഴിവാക്കിയാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇതിങ്ങനെ വീണ് നശിക്കുന്ന കാണുമ്പോൾ ഒരു വിഷമല്ലേ. അപ്പോൾ ആൻറ്റിക്കാണെങ്കിൽ അങ്ങോട്ട് പോയിട്ട് എടുക്കാനും പറ്റില്ല. പിന്നെ മക്കളാരും അതിനൊന്നും മെനക്കെടില്ല. ഞാൻ തന്നെ വേണം ഇതിൻ്റെ പിന്നാലെ പോകാൻ വേണ്ടിയിട്ട്. ഇത് കാണുമ്പോൾ പിന്നെ നമുക്കത് നശിപ്പിച്ച് കളയാനും തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് രണ്ടും കൽപ്പിച്ച് ക്ലീനിങ്ങിന് ഇറങ്ങിയത്. പിന്നെ പാമ്പിൻ്റെ വല്ലാത്ത ശല്യമുണ്ട്. ഇത് അടക്കം നിങ്ങൾ കണ്ടല്ലോ, കണ്ടോ? ഇതുപോലത്തെ ഒരുപാടുണ്ട് പൊറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് പിന്നെ കുറേയെല്ലാം കടവാതിലെല്ലാം കടിച്ചിട്ട് ഇടുന്നതാണ്. പഴുത്തിട്ട് വരുമ്പോൾ തന്നെ മൊത്തം കടവാതിലെല്ലാം കടിച്ചിട്ട് താഴെ ഇടും. അതിനിടയ്ക്ക് നമ്മുടെ ഇടയിലേക്ക് ഡോറയും കൂടി വന്നിട്ടുണ്ടായിനെ. ഈ ക്ലീനിങ് നടക്കുന്നിടയ്ക്ക് പിന്നെ ഡോറേനെ വൈകി പുറത്തിറക്കിയിട്ടുണ്ടായി. ഡോറക്ക് വലിയ കുഴപ്പമില്ല, അങ്ങനെ എന്താ പറയുക ചാടിത്തുള്ളി മേക്കേക്ക് വരുമൊന്നുമില്ല, നല്ല കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് ഓടാതിരിക്കാൻ വേണ്ടിയിട്ട് വൈകി ഇവിടെ ഒരു മട്ടലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും വൈക അവിടെ ഉണ്ടെങ്കിലും ഡോറ നൂണ് കയറിയിട്ട് ഇലയെ കൂടെയൊക്കെ ഓടിപ്പോകുന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്തുനിന്ന് ഞാൻ കുറേ സമയത്ത് അടിയിട്ടെല്ലാം കൊടുത്ത് കയ്യെല്ലാം പിടിച്ചാക്കി കുത്തനെയൊക്കെ നിർത്തിച്ച് വർത്താനം പറഞ്ഞ്. ഡോറൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ എടുക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിനൊന്നും മെനക്കെട്ടില്ല. എല്ലാത്തന്നെ ക്ലീനിങ്ങിന് ഇറങ്ങിയിട്ടാണ് ഞാൻ ആകെ ടയേർഡായിട്ടുള്ളത്. അതിനിടയ്ക്ക് ഇനി ഡോറേനെയും കൂടി എടുത്ത് പൊക്കിയാൽ പിന്നെ കാര്യം വളരെ പോക്കായിരിക്കും. കുറച്ച് ഡോറേനെ നോമനുസരിച്ച് ഞാൻ പിന്നെ വീണ്ടും എൻ്റെ പണിയിലേക്ക് തന്നെ തിരിഞ്ഞ്. എന്താ ഇവിടെയുണ്ട് വാഴ. ഇതും ഞാൻ നട്ട വാഴയാണ്. കണ്ടില്ലേ, ഇപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് കന്നൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ കായ്ച്ചൊന്നുമില്ല കേട്ടോ. എന്തായാലും കായ്ക്കുമെന്ന് വിചാരിക്കുന്നു.
ഈ വാഴകൾക്കൊക്കെ ഒരുപാട് അതിജീവനത്തിൻ്റെ കഥ പറയാനുള്ള വാഴകളാണ്. അതൊക്കെ ഞാൻ നിങ്ങളോട് പിന്നെ പറയാം. എന്തായാലും ചെറിയൊരു കന്നുകൊണ്ട് നട്ട് അതിനകത്ത് ഇത്രയും വലുതായിട്ടുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് അതും കായ്ക്കുന്ന ഞാൻ വിചാരിക്കുന്നത്. അന്നേരം ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ട് തരാം കേട്ടോ. ഇതാ ഇവിടെയൊക്കെ ഫുള്ള് കാടാണ്. ഇവിടെ മലേഷ്യൻ ചീരയാൻ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മലേഷ്യൻ ചീരേൻ്റെ അവിടെയെല്ലാം ഒരുപാട് അടയ്ക്കെല്ലാം വീണ് കിടക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ അവിടെയുള്ള കാടെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി. എന്തായാലും നല്ലൊരു എക്സസൈസും കൂടിയല്ലേ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു എനർജിയും കിട്ടും. അതിലിടയ്ക്ക് വൈകി പോയിട്ട് കസ്തൂരീനെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. കസ്തൂരീൻ്റെ അരുവിലേക്കൂടി ഡോറ പമ്മി നടക്കുന്നുണ്ട്. രണ്ടാളും തമ്മിൽ അടുത്ത് കഴിഞ്ഞാൽ പിന്നെ ചകടിയാണ്. കാരണം കസ്തൂരിക്ക് ഡോറേനെ പറ്റുകയില്ല. ഡോറൊക്കെ വലിയ കുഴപ്പമില്ല, പക്ഷെ കസ്തൂരി ഭയങ്കരമായിട്ട് പ്രശ്നമാക്കും. പൊതുവെ കസ്തൂരിൻ്റെ അടുത്ത് അങ്ങനെ വിടലില്ല ഞാൻ ഡോറേനെ. ഇതാണ് ഫൈനൽ ലുക്ക്. കണ്ടല്ലോ, മൊത്തം കാട് പിടിച്ച് കിടന്ന സ്ഥലമായിരുന്നു. അതൊക്കെ ഞാനിതാ പൊത്തിച്ചെത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ധൈര്യമായിട്ട് നടക്കും, ഓടും ചാടും എല്ലാം ചെയ്യാം. മറ്റേതിലൂടെ നടന്നു പോകുമ്പം തന്നെ പേടിയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പുണ്ടാവും, ചേരയായാലും ഇനി പിന്നെ വിഷമുള്ള പാമ്പായാലും. പിന്നെ ഇങ്ങോട്ട് ഈ ഭാഗത്തെല്ലാം പെരുമ്പാമ്പ് വരെ ഉണ്ട്. ഒരാളിങ്ങനെ കണ്ടിന്യൂ എന്നെല്ലാം പറയുന്നത് കേട്ടിന്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതല്ലേ. അതിൽ ഞാൻ അവിടെ നിന്നിട്ട് അടയ്ക്കലിലെടുത്ത് ചാടി താഴേക്ക് ഇട്ടതോ. എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവില്ല എന്നുള്ളൊരു അവസ്ഥയാണേ. ഇനിയുണ്ട് ഒരുപാട് വൃത്തിയാക്കാൻ വേണ്ടി. ഞാൻ അതിലൂടെ എടുത്തിരുന്ന സമയത്ത് ഒരു പൂമ്പാറ്റ ഇങ്ങനെ പറഞ്ഞാലിരിക്കുന്നത്. പൂമ്പാറ്റിനെ വളരെ അപൂർവമായിട്ടില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം കാണുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് എടുത്തി. അത് നല്ല വൈറ്റ് കളർ പൂമ്പാറ്റയാണ്. നല്ലതൊക്കെ ഉണ്ടാകും, കറുപ്പ് ഡോട്ട് കണ്ണ് പോലെയൊക്കെ ആയിട്ട്. ഞാൻ ക്യാമറ എടുത്ത് കൊണ്ടുപോയപ്പോൾ അത് നേരെ ക്യാമറേൻ്റെ ഉള്ളിലേക്ക് വരാണ്ടി പോകുന്നത്. എന്തായാലും അത് കഴിഞ്ഞതാ അടക്കാനുണ്ടാ ഫ്രണ്ട്സ്. ഇതാണ് നമ്മളെ കാട്ടും തേച്ചും പൊറുക്കിയെടുത്ത് അടക്കാമെന്ന് പറയുന്നത്. കണ്ടോ, ഇത്രയും അടക്കയുണ്ട്. ഇനിയുണ്ട് പൊറുക്കാൻ വേണ്ടിയിട്ട്. കാട്ടിൻ്റെ ഉള്ളിൽ ഇനിയും വൃത്തിയാക്കേണ്ടത് ഇനിയും ഉണ്ടാവും. കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ ഉണക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് മുറ്റത്ത്. കസ്തൂരി ഇവിടെ കാവലിരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട്. കസ്തൂരി പിന്നെ ഒരാളെയും വെറുതെ വിടില്ല. അറിയാത്ത ആര് വന്നു കഴിഞ്ഞാലും ഭയങ്കര ഒച്ചപ്പാടായിരിക്കും. ഒരു നിമിഷം വായി കൂട്ടൂല. അല്ലെങ്കിൽ പ്രശ്നമേ ഇല്ല, അനങ്ങാണ്ടാടി ഇരുന്നോളൂ. ഇവിടെ പണ്ടൊരു മരമെല്ലാം ഉണ്ടായിന്. ആ മരമെല്ലാം മുറിച്ച് പിന്നെ ചെടിയെല്ലാം ആകെ നാശകോശമായി. അതിന് ശേഷം പിന്നെ ഞാനതൊന്നും നോക്കിയിട്ടേ ഇല്ല. ഒന്നാമത് ഡ്യൂട്ടിക്ക് പോകുന്നതിന് നോക്കാൻ സമയമില്ല. ഈ ചെമ്പരത്തിയെല്ലാം നല്ല അടിപൊളി ചെമ്പരത്തിയാണ്. ഇത് നിങ്ങൾക്ക് അറിയില്ലേ, കോസ്മസ്. പലതരം കോസ്മസ് ഇല്ലേ, ഈ ഒരു സീസണിൽ വരുന്ന ചെടി തന്നെയല്ലേ അത്. തന്നാലെ മുളച്ച് വരുന്നതാണ്, നമ്മൾ നടുന്നതൊന്നല്ല. അതിൻ്റെ വിത്തിൻ്റെ അകത്ത് ഇങ്ങനെ മുളച്ച് വരുന്നതാണ്. ഇപ്പം എങ്ങനെയുണ്ട്, നല്ല അടിപൊളിയായില്ലേ വൃത്തിയാക്കിയിട്ട്. ഞാൻ പിന്നെ അടിച്ചു വാരിയിരുന്നില്ല, ജസ്റ്റ് കൈക്കോട്ടോടെ വൃത്തിയാക്കി. അടിച്ചും കൂടി വാരിട്ട് നല്ല ഭംഗിയുണ്ടാകും കാണാൻ വേണ്ടി. അത് പിന്നെ എന്തായാലും വെയിലൊക്കെ കഴിയുമ്പോൾ ഉണങ്ങിക്കോളും. അപ്പോഴത്തേക്കും ഡോറേനെ വൈകി കൂട്ടിലാക്കിയിട്ടുണ്ടേ. എന്തായാലും ഡോറി റെസ്റ്റ് എടുക്കട്ടെ. ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം ഫ്രണ്ട്സ്. ബൈ ബൈ, സീ യു.